ഈ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു രംഗത്തേക്ക് എങ്ങനെയാണ് എത്തിയത്? അതിൽ തന്നെ ഈ മെമ്മറി ട്രെയിനിങ് എന്ന് പറയുന്നതിൽ എങ്ങനെ അതിലേക്കുള്ള റൂട്ട്? അതിലേക്കുള്ള റൂട്ട് വേറെ ഒന്നുമല്ല. ഈ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഡയറക്ട് മാർക്കറ്റിംഗ് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിന്റെ ബേസിക്സ് കാര്യങ്ങളൊക്കെ പഠിക്കുന്നു. പിന്നെ നമുക്ക് തോന്നുന്നു നമുക്കൊരു ഓണ്ടർപ്രണറായി മാറാം എന്ന് തീരുമാനിക്കുന്നു. 3 പേര് കൂടിയിട്ട് ഒരു ഡയറക്ട് മാർക്കറ്റിംഗ് സ്ഥാപനം നമ്മൾ ഇടുന്നു. ഓക്കെ, തുടക്കം അതിഗംഭീരമായിരുന്നു, നന്നായിട്ട് കാര്യങ്ങളൊക്കെ പോയി, ബിസിനസ് നന്നായിരുന്നു. പക്ഷേ നമ്മൾ ആസ് എൻ ഓണ്ടർപ്രണർ, നമ്മൾ ചെറുപ്പമായതുകൊണ്ട് നമുക്ക് അതിനെ നന്നായി മാനേജ് ചെയ്യാൻ സാധിച്ചില്ല. അത് 8 നിലയിൽ 14 നിലയിൽ അല്ലെ 16 നിലയിൽ എന്നൊക്കെ പറഞ്ഞ പോലെ തകർന്ന് തരിപ്പണമായി. അങ്ങനെ തരിപ്പണമായി ഇനി എന്ത് ചെയ്യും എന്നൊരു ഭയങ്കര, കാരണം സാധാരണ ഒരു ജോലിക്ക് കയറിയിട്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റൂല. അത്രയും വലിയ പ്രശ്നം അവിടെ ഉണ്ട്. ആ സമയത്ത് ഒരു തിരിച്ചറിവ് വരികയാണ്, നമ്മൾ ഇനി ആകെപ്പാടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരേ ഒരു സാധനം, ഒന്ന് കയ്യിൽ ക്യാഷില്ല, ക്യാപിറ്റൽ ഇറക്കി ഒരു കാര്യം ചെയ്യാനുള്ള ആവതില്ല. അപ്പം പിന്നെ നമ്മൾ ആ പഴയ ഡിഗ്രി കാലത്തിലെ മൈൻഡ് പവർ സ്റ്റഡി ടെക്നിക്സ് അതൊന്ന് പൊടിതട്ടിയെടുക്കാം എന്നാലോചിച്ച് ആ സമയത്താണ് കൃത്യമായിട്ട് ഒരു ട്രെയിനിങ് പ്രോഗ്രാം തൃശ്ശൂർ വരുന്നു. ട്രെയിൻ യുവർ ബ്രെയിൻ ഫോർ സൂപ്പർ മെമ്മറി. ഓക്കെ, അതൊരു ലൈവ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. ആ സമയത്ത് അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാഷ് ഇല്ല. ആകെപ്പാടെ എന്തോ എൻ്റെ അടുത്തൊരു ചെറിയൊരു ഗോൾഡിൻ്റെ ഒരു സാധനം ഉണ്ടായിരുന്നു. ആ സാധനം ഞാൻ പണയം വെക്കുന്നു. എന്നിട്ട് ഞാൻ അവിടെ ചെല്ലുന്നു. അപ്പോൾ മറ്റേ ഈ സിംഹവും മൊയിലും ഓടിയപ്പോൾ എന്തുകൊണ്ട് മൊയിൽ ജയിച്ചു എന്നുള്ള കഥയിലെ പോലെ, സിംഹം ഓടിയത് കിട്ടിയാൽ കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്, പക്ഷെ മൊയിൽ ഓടിയത് ജീവന് വേണ്ടി ആയിരുന്നു എന്ന് പറഞ്ഞ പോലെ ആ പ്രോഗ്രാമിൽ ചിലപ്പോൾ ഒരു 50 പേര് വന്നിട്ടുണ്ടാവും. അല്ലോ 50ഓ 60ഓ പേര് ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്നിരുന്നു. ഈ 59 ആളുകളും ഒരു ക്യൂരിയോസിറ്റിക്ക് വന്നവരായിരിക്കാം. പക്ഷെ ഞാൻ ഇത് എൻ്റെ ജീവിതമാണ് എന്ന ആ ഒരു തീഷ്ണതയോടുകൂടി പോയ മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ അവിടെ പോയി ഞാനിത് അറ്റൻഡ് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എന്ത് ചെയ്തു. ഓക്കെ, നേരത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നുകൊണ്ട് ഐ സ്റ്റാർട്ടഡ് പ്രാക്ടീസിങ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അതിൽ തന്നെ ഞാനൊരു വാശിയെടുത്തു, ഇത് ഞാൻ ഇനി പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്നേക്കാൾ സ്പീഡിൽ വേറൊരാളും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു വാശിയോടുകൂടി. ഓക്കെ, അങ്ങനെയാണ് ഇത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രജനീകാന്തിൻ്റെ സിനിമ വരില്ലേ, വാഴ്ക്കയിൽ 1000 തടയ്ക്കല്ലപ്പ തടയ്ക്കല്ലും എനക്കൊരു പടിക്കലപ്പം. ശരിക്കും പറഞ്ഞാൽ ഒരു റോഡ് അങ്ങ് ബ്ലോക്ക് ആയതാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു വഴി തുറന്നു വന്നത് കാരണം. അതെ, ഒരു നിമിത്തമായി മാറി.